നമ്മൾ എല്ലാവരും യു പി ഐയും ഫോൺ പേയും ജി പേയും ഒക്കെ ഉപയോഗിച്ച് ഡിജിറ്റൽ ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? പോക്കറ്റിൽ ഒരു രൂപ പോലും ക്യാഷ് ആയിട്ട് എടുക്കാതെ നമ്മൾ പുറത്തു പോകാറുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ ഇന്ത്യയിൽ പ്ലാസ്റ്റിക് നോട്ടുകൾ വരാൻ പോകുന്നു. അതെ, സെൻട്രൽ ഗവൺമെന്റും റിസർവ് ബാങ്കും ഇതിന് ഒഫീഷ്യലായിട്ട് അനുമതി നൽകി കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ 10 രൂപയുടെയും 20 രൂപയുടെയും പ്ലാസ്റ്റിക് നോട്ടുകളാണ് വിപണിയിൽ ഇറങ്ങാൻ പോകുന്നത്. പക്ഷെ ഇവിടെയാണ് നമ്മുടെ $1,000,000 ക്വസ്റ്റ്യൻ. രാജ്യം ഡിജിറ്റലിലേക്ക് പോകുമ്പോൾ പിന്നെ എന്തിനാണ് RBI കോടികൾ മുടക്കി പ്ലാസ്റ്റിക് നോട്ടുകൾ കൊണ്ടുവരുന്നത്? ഇതിന് പിന്നിലെ വലിയ സാമ്പത്തിക രഹസ്യം എന്താണ്? നമുക്ക് നോക്കാം. പണ്ടുകാലത്ത് രാജാക്കന്മാരുടെ നാണയങ്ങളിൽ തുടങ്ങി. പിന്നീട് ബ്രിട്ടീഷ് കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ കറൻസികൾ വ്യാപകമാവുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ നോട്ടുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 1996 നമ്മൾ ഇന്ന് കാണുന്ന മഹാത്മാഗാന്ധി സീരീസ് നോട്ടുകൾ RBI അവതരിപ്പിച്ചു തുടങ്ങിയത്. അതിനുശേഷം 2016 നമ്മൾ വലിയൊരു മാറ്റം നേരിട്ട് കണ്ടു. നോട്ട് നിരോധനം. പഴയ 500, 1000 രൂപ നോട്ടുകൾ മാറി പുതിയ ഡിസൈനുകളിലുള്ള നോട്ടുകൾ വന്നു. എന്നാൽ ഇപ്പോൾ 2026 ഓഗസ്റ്റിൽ വന്ന പുതിയ വാർത്ത പ്രകാരം ഇന്ത്യ കറൻസി ചരിത്രത്തിലെ അടുത്ത വലിയ മാറ്റത്തിലേക്ക് കടക്കുകയാണ്. അതാണ് പോളിമർ അഥവാ പ്ലാസ്റ്റിക് നോട്ടുകൾ. RBI ഗവർണർ ശ്രീ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കിയതുപോലെ ഇതൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണം വിജയിച്ചാൽ 2027-28 സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തോടെ ഈ നോട്ടുകൾ വിപണിയിൽ എത്തിക്കാനാണ് RBI ശ്രമിക്കുന്നത്. പക്ഷേ ഏതൊക്കെ നോട്ടുകൾ? 10 രൂപയുടെയും 20 രൂപയുടെയും ഡിനോമിനേഷൻസ് മാത്രം. പക്ഷേ എത്ര എണ്ണം? ഓരോന്നിന്റെയും 100 കോടി വീതം. ആകെ 200 കോടി പ്ലാസ്റ്റിക് നോട്ടുകൾ അച്ചടിക്കും. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് എളുപ്പത്തിൽ കീറിപ്പോവില്ല, വെള്ളം നനഞ്ഞാൽ കേടാകില്ല. ഇതിൽ കള്ളനോട്ട് അടിക്കാൻ ഒട്ടും സാധിക്കാത്ത രീതിയിലുള്ള വിൻഡോ ഡിസൈനുകളും മോഡേൺ സെക്യൂരിറ്റി ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും. ഓസ്ട്രേലിയ, UK, കാനഡ ഉൾപ്പെടെ 60ഓളം രാജ്യങ്ങൾ ഇതിനോടകം തന്നെ പ്ലാസ്റ്റിക് നോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. UPI ഇത്രയും ഹിറ്റല്ലേ, പിന്നെ എന്തിനാണ് ഈ പ്ലാസ്റ്റിക് നോട്ടുകൾ? ഇതിനു പിന്നിൽ 3 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് വൻ തുകയുടെ ചെലവാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൈമാറുന്നത് 10 രൂപയുടെയും 20 രൂപയുടെയും നോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഇവ പെട്ടെന്ന് അഴുക്കാവുകയും കീറിപ്പോകുകയും ചെയ്യും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മാത്രം ഇന്ത്യ ഏകദേശം 5000 കോടിയോളം രൂപയുടെ അഴുക്കായ നോട്ടുകളാണ് വിപണിയിൽ നിന്ന് പിൻവലിച്ചത്. ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് പ്രകാരം 2025 സാമ്പത്തിക വർഷത്തിൽ മാത്രം നോട്ടുകൾ അച്ചടിക്കാൻ RBI ചിലവഴിച്ചത് 6372.8 കോടി രൂപയാണ്. എന്നാൽ പ്ലാസ്റ്റിക് നോട്ടുകൾക്ക് സാധാരണ നോട്ടുകളേക്കാൾ 3 മുതൽ 4 മടങ്ങ് വരെ ആയുസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അച്ചടിക്കുന്നതിനുള്ള കോടിക്കണക്കിന് രൂപ സർക്കാരിന് ലാഭിക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാരണം, ഇപ്പോഴും നോട്ടുകളുടെ ഉപയോഗം കുറഞ്ഞിട്ടില്ല. രാജ്യത്ത് ഡിജിറ്റൽ പേയ്മെന്റുകൾ വളരുമ്പോഴും ഇന്ത്യയുടെ കയ്യിലുള്ള മൊത്തം പണത്തിന്റെ അളവ് കുറഞ്ഞിട്ടില്ല. RBIയുടെ ഏറ്റവും പുതിയ 2026 കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ കറൻസി ഇൻ സർക്കുലേഷൻ 40 ലക്ഷം കോടി രൂപയും കടന്നു കുതിക്കുകയാണ്. അതായത് ഡെയിലി യൂസിന് UPI ഉപയോഗിക്കുമ്പോഴും വലിയ ആവശ്യങ്ങൾക്കും എമർജൻസി സിറ്റുവേഷൻസിനും വേണ്ടി ഒരുപാട് ആളുകൾ ഇപ്പോഴും ക്യാഷ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ കാരണം ബാക്കപ്പ് സിസ്റ്റം. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോഴും ഇന്റർനെറ്റോ ബാങ്ക് സെർവറുകളോ കൃത്യമായി പ്രവർത്തിക്കണം എന്നില്ല. ഗ്രാമങ്ങളിലും ഉൾനാടുകളിലും ഇപ്പോഴും കണക്ടിവിറ്റി കുറവാണ്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ സാമ്പത്തിക രംഗം തകരാതിരിക്കാൻ ഒരു ശക്തമായ ഫിസിക്കൽ ക്യാഷ് ബാക്കപ്പ് ഇന്ത്യക്ക് അത്യാവശ്യമാണ്. പക്ഷെ ഇത് ഇന്ത്യ ആദ്യമായിട്ടാണോ ഈ പ്ലാസ്റ്റിക് നോട്ടുകൾ പരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. പലർക്കും അറിയില്ല. ഇന്ത്യ ഇത് ആദ്യമായിട്ടല്ല പ്ലാസ്റ്റിക് നോട്ടുകൾ പരീക്ഷിക്കാൻ നോക്കുന്നത്. കൃത്യം 14 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2012 UPI സർക്കാരിന്റെ കാലത്ത് കൊച്ചി ഉൾപ്പെടെ ഇന്ത്യയിലെ 5 നഗരങ്ങളിൽ 10 രൂപയുടെ പ്ലാസ്റ്റിക് നോട്ടുകൾ പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ സാങ്കേതിക തടസ്സങ്ങൾ കാരണം ആ പ്രോജക്റ്റ് മുന്നോട്ട് പോയില്ല.
ആ പരാജയത്തിൽ നിന്നും പഠിച്ച പാഠങ്ങളുമായിട്ടാണ് RBI ഇപ്പോൾ പുതിയ പരീക്ഷണത്തിന് വരുന്നത്. എന്നാൽ പ്ലാസ്റ്റിക് നോട്ട് കൊണ്ടുവരുമ്പോൾ RBIക്ക് മുന്നിൽ 3 വലിയ വെല്ലുവിളികളുണ്ട്. ഒന്ന്, ATM മാറ്റങ്ങൾ. ഇപ്പോൾ നിലവിലുള്ള ATM മെഷീനുകളും നോട്ട് എണ്ണുന്ന മെഷീനുകളും പേപ്പർ നോട്ടുകൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പ്ലാസ്റ്റിക് നോട്ടുകൾ വരുമ്പോൾ രാജ്യത്തെ എല്ലാ മെഷീനുകളും റീകാലിബ്രേറ്റ് ചെയ്യാൻ കോടികൾ വീണ്ടും ചെലവഴിക്കേണ്ടി വരും. 2, ക്രൂഡ് ഓയിൽ ഇമ്പാക്ട്. പ്ലാസ്റ്റിക് നോട്ടുകൾ ഉണ്ടാക്കുന്നത് പോളിപ്രൊപ്പൈലീൻ എന്ന പദാർത്ഥം കൊണ്ടാണ്. ഇതിനാവശ്യമായ വലിയൊരു ശതമാനം വസ്തുക്കളും ഇന്ത്യ വിദേശത്ത് നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടിയാൽ നോട്ടടിക്കാനുള്ള ചെലവും കൂടും. മൂന്നാമത്തേത്, പരിസ്ഥിതി പ്രശ്നം. പേപ്പർ നോട്ടുകൾ മണ്ണിൽ എളുപ്പത്തിൽ ജീർണിച്ചു പോകും. എന്നാൽ പ്ലാസ്റ്റിക് നോട്ടുകൾക്ക് പ്രത്യേകതരം റീസൈക്ലിംഗ് പ്ലാന്റുകൾ ആവശ്യമാണ്. ഇത് പരിസ്ഥിതിക്കൊരു വലിയൊരു വെല്ലുവിളിയാണ്. നോട്ടുകൾ നീണ്ടു നിൽക്കും എന്നത് മാത്രമല്ല RBIയുടെ ലക്ഷ്യം. പേപ്പർ നോട്ടുകളിൽ കള്ളനോട്ടടിക്കാൻ എളുപ്പമാണ്. എന്നാൽ പുതിയ പ്ലാസ്റ്റിക് നോട്ടുകളിൽ ട്രാൻസ്പാരന്റ് വിൻഡോസ്, അതായത് നോട്ടിന് നടുവിലൂടെ സുതാര്യമായ പ്ലാസ്റ്റിക് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഇതിലൂടെ വെളിച്ചം കടന്നു പോകുന്ന അത്യാധുനിക ഹോളോഗ്രാമുകൾ ഉപയോഗിക്കാം. സാധാരണ കള്ളനോട്ട് അടിക്കുന്ന മാഫിയകൾക്ക് ഇത് കൃത്യമായി കോപ്പി അടിക്കാൻ ഒട്ടും സാധിക്കില്ല. RBIയുടെ ഏറ്റവും പുതിയ 2026 മെയ് മാസത്തിലെ ആനുവൽ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ മൊത്തം കറൻസി വിപണിയിൽ 85.5% മൂല്യവും കൈയടക്കി വെച്ചിരിക്കുന്നത് 500 രൂപ നോട്ടുകളാണ്. എന്നാൽ എണ്ണത്തിന്റെ കാര്യത്തിൽ 10ന്റെയും 20ന്റെയും നോട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഡിജിറ്റൽ പേയ്മെന്റ് ഇത്രയും കൂടിയിട്ടും പണത്തിന്റെ മൂല്യം വിപണിയിൽ 41 ലക്ഷം കോടി രൂപ കടന്നിരിക്കുന്നത്. അപ്പോൾ കാര്യം വ്യക്തമാണ്. ഒരു വശത്തു കൂടി UPI പേയ്മെന്റ് ഡിജിറ്റൽ വിപ്ലവം നടത്തുമ്പോഴും മറുവശത്ത് ഇന്ത്യയിലെ കറൻസി മാനേജ്മെന്റ് കൂടുതൽ സ്മാർട്ട് ആക്കാനാണ് RBI ശ്രമിക്കുന്നത്. പക്ഷേ പഴയ പേപ്പർ നോട്ടുകൾ ഇതുകൊണ്ടൊന്നും നിരോധിക്കുകയില്ല. ഇവ രണ്ടും ഒരുമിച്ച് തന്നെ വിപണിയിൽ ഉണ്ടാകും. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? 1 രൂപ പോലും കീറാത്ത, വെള്ളത്തിൽ നനയാത്ത പ്ലാസ്റ്റിക് നോട്ടുകൾ നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്നതാണോ നല്ലത്, അതോ ഇപ്പോഴും UPI തന്നെയാണോ ആശ്രയം? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു.